ഹായ് ഗൈസ്, നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൽ ഇടയ്ക്ക് ഇതുപോലെ ഈ ബുള്ളിഷ് മാർക്കിങ് അല്ലെങ്കിൽ ഇതുപോലൊരു യെല്ലോ മാർക്കിംഗ് ഒക്കെ എന്താണ് വരുന്നതെന്നുള്ളത്. ശരിക്കും അതെന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ മുൻകൂറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേബലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു എൻട്രി വന്നു. എക്സാമ്പിൾ ഇതൊരു ക്രിപ്റ്റോ സ്ക്രിപ്റ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെൽ ഇൻഡിക്കേഷൻ വന്നു. സെൽ ഇൻഡിക്കേഷൻ വന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കൊരു സ്റ്റോപ്പ് ലോസിലേക്ക് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വെച്ചിട്ട് നമുക്കൊരു യെല്ലോ മാർക്കിംഗ് തന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഎഫിഷ്യൻറ്റ് ക്യാൻഡിലാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവിടെ ഒരു കൺഫ്യൂസിങ് നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അവിടുന്ന് മോസ്റ്റ്ലി ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ നമ്മുടെ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഇതുപോലൊരു ബുള്ളിഷ് ലേബൽ നമുക്ക് തന്നു. ഒരു ഓപ്പൺ പോസ്റ്റിൻ്റെ അകത്ത് ഇതുപോലൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ലേബൽ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവിടുന്ന് കയറാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ലേബലിങ്ങിന് ശേഷം ഇത് നേരെ മുകളിലേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ഇൻഡിക്കേഷനിലേക്ക് പോയി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോസിനെ കുറച്ച് നമുക്ക് അതിന് മുന്നേ എക്സിറ്റ് ചെയ്യാം. അപ്പം അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേബലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴാണിത് പരിഗണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു എൻട്രി ഇൻഡിക്കേഷൻ തന്നു, അതിന് ശേഷം ആ ഒരു എക്സിറ്റിന് മുമ്പായാണ് ഇതുപോലുള്ള ലേബലിംഗ്, ബുള്ളിഷ് ലേബൽ, ബെയറിഷ് ലേബൽ, അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ് ക്യാൻഡിൽ, യെല്ലോ മാർക്കിങ്സ് തരുന്നതെന്നുണ്ടെങ്കിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്. അല്ലാത്ത സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് മാർക്കറ്റിലുണ്ടാകുന്ന ഇൻഎഫിഷ്യൻസിയും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു ബുള്ളിഷും അല്ലെങ്കിൽ ബെയറിഷും നിങ്ങളെ കാണിച്ചു തരിക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും നോക്കേണ്ടത് ഒരു എൻട്രിക്ക് എക്സിറ്റിനും ഇടയിൽ ഈ മാർക്കിംഗ് വരുമ്പോഴായിരിക്കണം നമ്മളതിനെ യൂസ് ചെയ്യേണ്ടത്. Thank you guys.